الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കണമേ എന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നിരുന്ന ഒരു സഹോദരി, അവരുടെ ചികിത്സ ഓപ്പറേഷൻ ആവശ്യാർത്ഥം എറണാകുളത്തൊരു ഹോസ്പിറ്റലിലാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ചികിത്സയിൽ അല്ലാഹു എളുപ്പവും ഖൈറും അവരിൽ വർഷിപ്പിക്കുമാറാവട്ടെ. ഇതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആശ്വാസവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, മനുഷ്യരായാൽ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. എന്തെങ്കിലും ഇടപാടുകളിലോ ബന്ധങ്ങളിലോ സംസാരങ്ങളിലോ ഒക്കെ സംഭവിക്കുന്ന അബദ്ധങ്ങളെ ചൊല്ലിയാണ് മറ്റുള്ളവരെക്കുറിച്ച് നാം ഈ കമന്റ് കുറിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മര്യാദ എന്ന് പറയുന്നത്? ഇൽമ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുൻഗാമികൾ അദബാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ 20 കൊല്ലം ഇൽമും 30 കൊല്ലം അദബുമാണ് പഠിച്ചത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറയുന്നതായിട്ട് വായിച്ചത് ഓർക്കുന്നുണ്ട്. സഹോദരന്മാരെ, അദബ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല. മറിച്ച് പടച്ച റബ്ബിനോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സൃഷ്ടികളോട് അഖിലവും ഒക്കെ നമുക്ക് അദബുണ്ടായിരിക്കണം. ആദാബുൽ ഇസ്ലാമിയ, ഇസ്ലാമിന്റെ മര്യാദകൾ നമ്മൾ പാലിച്ചുകൊള്ളണം എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഒന്നാമത്തെ മര്യാദ നാം കാത്തുസൂക്ഷിക്കേണ്ടത് പടച്ച റബ്ബിനോട് തന്നെയാണ്. ചപ്പുചവറുകൾക്ക് സമാനമായി മുസ്ലിം ഉമ്മത്ത് അസ്തിത്വമില്ലാത്തവരായി വിശ്വാസത്തിൽ നിന്നും ഇസ്ലാമിന്റെ ചൈതന്യത്തിൽ നിന്നും അതിന്റേതായിട്ടുള്ള വ്യക്തിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഇസ്സത്തുള്ളവരായിക്കൊണ്ട് മാറുക എന്നത് ഇന്ന്
ശ്രമകരമായ ഒരു അധ്വാനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു മര്യാദയുള്ളവനാണോ എന്ന് നാം പരിശോധിക്കുമ്പോൾ ഒന്നാമതായി നാം പരിശോധിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള എന്റെ അദബ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ആ വഖാറും അവനുള്ള ആ ഒരു സ്ഥാനമാനവും അവനെക്കുറിച്ചുള്ള നമ്മുടെ വിജ്ഞാനവും അറിവും വകവെച്ചു കൊടുത്തുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനുള്ള അവകാശവും അവനുള്ള അധികാരവും അവനോടുള്ള ആദരവും നാം വകവെച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്നത് തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നാം എല്ലാവരും പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ അള്ളാഹുവിനോടുള്ള ആദാബിനെ, മര്യാദയെ നിരവധിയായിട്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു 10 പോയിന്റുകളാണ് നാം പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു നൽകിയ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനേക്കാൾ ഏറ്റവും ഹക്കായിട്ടുള്ള, സിദ്ഖായിട്ടുള്ള, അസ്ദഖായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള വാക്ക് പറഞ്ഞവൻ ആരാണ്? വിശുദ്ധ ഖുർആനിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണത്. അസ്ദഖാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അതിലുള്ള ഏതെങ്കിലും ഒരു കണിക അബദ്ധമാണെന്നോ തെറ്റാണെന്നോ കളവാണെന്നോ പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ലോകത്തെ അതിജയിച്ച് കടന്നുപോയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എതിർക്കാൻ വേണ്ടി പഠിച്ചവരെപ്പോലും അനുയായികളാക്കി സ്തുതിപാഠകരാക്കി മാറ്റിയ അത്ഭുത ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനും അതിൽ ഉൾക്കൊള്ളുന്ന സകല വിശ്വാസവും ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദുർ റസൂലുള്ളയും വിശ്വസിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിലുള്ള ഗൈബിയായിട്ടുള്ള കാര്യങ്ങളും, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായിട്ട് പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കേണ്ടതിലെല്ലാം വിശ്വസിക്കുന്നവരുടെ പേരാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. യക്ഫറൂന ബിബഅദിൽ കിതാബി യുഅ്മിനൂന ബിബഅദിൽ കിതാബി വയക്ഫറൂന ബിബഅദ് എന്ന് ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ചിലതിനെ അവർ വിശ്വസിക്കുകയും ചിലതിൽ അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ജൂതന്മാരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ ഒരിക്കലും ആകരുതൊരു വിശ്വാസി. പടച്ച റബ്ബ് എന്താണോ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അത് മുഴുവൻ അംഗീകരിക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാണാത്തതും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ നിരവധി കാര്യങ്ങൾ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖബറും പരലോകവും ലോകാവസാനത്തിന്റെ അടയാളങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ അനുഭവത്തിനും ചിന്തയ്ക്കും ഭാവനക്കുമൊക്കെ അപ്പുറത്താണ്. മസീഹുദ് ദജ്ജാൽ അത് നമ്മുടെ ഭാവനക്കും സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് മസീഹുദ് ദജ്ജാലിൽ നിന്ന് രക്ഷ തേടിയിട്ടാണ് നമ്മൾ നമസ്കാരത്തിന് സലാം വീട്ടുന്നത്. അതെല്ലാം എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഖുർആൻ പരിചയപ്പെടുത്തിയത്, അതുപോലെ വിശ്വസിക്കാനുള്ള ഒരു മാനസിക വിശാലത നമുക്കുണ്ടാവുക എന്നത് പടച്ച റബ്ബിനോടുള്ള അദബാണ്. പടച്ച റബ്ബിലുള്ള ആ ഒരു ചാഞ്ചാട്ടമില്ലാത്ത വിശ്വാസം. സുഹൃത്തുക്കളെ, ആ റബ്ബിൽ വിശ്വസിക്കാതെ നമുക്ക് വേറെ ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? കാരണം അതുല്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഗനിയും ഹമീദുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാറ്റിന്റെയും അധികാരം ഉടമപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ മനുഷ്യന് പിന്നെ അവന്റെ അല്പബുദ്ധിയെയാണോ വിശ്വസിക്കാൻ പറ്റുന്നത്? അതുമല്ലെങ്കിൽ മനുഷ്യനെ പോലെ തന്നെയുള്ള മനുഷ്യന്മാരുടെ രചനകളെയും അവരുടെ സങ്കല്പങ്ങളെയും അവരുടെ ഇന്നോവേഷനെയും അവരുടെ റിസർച്ചിനെയുമാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ആകാശങ്ങളെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും പടച്ചറബ് പറഞ്ഞതിൽ വിശ്വസിക്കാതെ പിന്നെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ പറഞ്ഞതിനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ പടച്ചറബ് സുബ്ഹാനഹു വ തആലയെ കൃത്യമായി വിശ്വസിക്കാൻ, അവൻ പറഞ്ഞ വാക്കുകളെ, വേദഗ്രന്ഥങ്ങളെ, ഖുർആനിക വചനങ്ങളെ വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹിനുള്ള അദബാണ്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, പടച്ചറബിനോടൊരു സൽ സ്വഭാവം വെച്ചു പുലർത്തുക എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് അള്ളാഹു പറഞ്ഞിട്ടുള്ള വിധിവിലക്കുകളെ പാലിക്കുകയും അള്ളാഹു വിധിച്ചതിനെ സ്വീകരിക്കുകയും അതിനെതിരായിട്ട് മറ്റൊന്നും തന്നെ പറയാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യൽ പടച്ചറബിനോടുള്ളൊരു മര്യാദയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറ, അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ആണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടില്ല. എന്തു പാടില്ല? അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം, അല്ലാഹും റസൂലും പറഞ്ഞതിൽ കവിഞ്ഞ് മറ്റൊരു സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റാൻ അവർക്ക് അനുവാദമില്ല തന്നെ. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനും റസൂലിനും ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ ഫഖദ് ളല്ല ളലാല മുബീന, അവർ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു ചെന്നുപെട്ടിരിക്കുന്നതെന്ന് സൂറത്ത് അഹ്സാബിന്റെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹും റസൂലും എന്താണോ വിധിച്ചിരിക്കുന്നത് അവിടെ നിൽക്കാൻ നമുക്കാകണം. നമ്മുടെ വേഷത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ പാനീയങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ ഉപജീവനത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ വാക്കിന്റെയും കേൾവിയുടെയും നോക്കിന്റെയും എല്ലാറ്റിന്റെയും വിഷയത്തിൽ അള്ളാഹും റസൂലും എന്താണോ വിധിച്ചത് അവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ
പറയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വ്യക്തിത്വമില്ലായ്മയല്ല, അത് തനിക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സ്വാതന്ത്ര്യമില്ലായ്മയല്ല അത്, മറിച്ച് തന്നെ സൃഷ്ടിച്ച് താനാക്കിയ തനിക്ക് വായുവും വെള്ളവും നൽകുന്ന, ഇനി ഇത് പിൻപറ്റി ജീവിച്ചാൽ നിനക്കൊരു സ്വർഗമുണ്ടെന്നും പറഞ്ഞ് സ്വർഗം തയ്യാറാക്കി കാത്തിരിക്കുന്ന പടച്ചറബിനോടുള്ള ഒരു അദബാണ് യഥാർത്ഥത്തിൽ പടച്ചറബ് പറഞ്ഞിടത്ത് നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ബേസാണ്. അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനെന്താ കുഴപ്പം ഇതിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ബേസ് കിട്ടാത്തവരൊക്കെ ആ ചോദ്യം ചോദിക്കും. ഏതാണ് ആ ബേസ്? അള്ളയും റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് അവിടെ ചോദ്യമില്ല. കാര്യം വ്യക്തമായോ പിന്നീട് അവിടെ മറുചോദ്യങ്ങളും കുതർക്കങ്ങളും ഇല്ലാത്ത വിധം അതിനെ നേർക്കുനേരെ വിശ്വസിച്ച് അംഗീകരിക്കുക എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചോനുള്ള അദബ്. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, അർരിദാ ബിഖദാഇല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്ലാനുകളും പലതും ഫ്ലോപ്പായിട്ടുണ്ട്, പലതും നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട്, പലതും നടക്കാതെ പോയിട്ടുണ്ട്. എല്ലാറ്റിന്റെയും പിന്നിലൊരു കാരണദൂതനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന കാര്യം സഹോദരന്മാരെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെടലും ക്ഷമ കൈക്കൊള്ളലും അവനോടുള്ള അദബിന്റെ ഭാഗമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കോപങ്ങൾ കൊണ്ട്, വിശപ്പ് കൊണ്ട്, സമ്പത്ത് നശിപ്പിച്ച് സമ്പത്തിൽ കുറവ് വരുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ജീവഹാനി വരുത്തിക്കൊണ്ട്, വിഭവങ്ങൾക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ട്, ഈ ഘട്ടങ്ങളിലൊക്കെ ഫബശ്ശിരി സ്വാബരി, നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. അക്ഷമ കാണിച്ചതുകൊണ്ട് എന്താണ് നമ്മളെ ബാധിച്ച കാര്യം നീങ്ങിപ്പോകുമോ? നമ്മൾ അക്ഷമ കാണിച്ചതുകൊണ്ട്, ദേഷ്യം പിടിച്ചതുകൊണ്ട് നമുക്ക് വരാനുള്ളത് വരാതിരിക്കുമോ? യഥാർത്ഥത്തിൽ വെറുതെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ. എന്നാൽ തൃപ്തിയടയുന്ന മനസ്സുകൾക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് മാത്രമല്ല, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, പടച്ച റബ്ബ് ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് നൽകിയിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം അപകടത്തിൽപ്പെടുകയാണ്. ഭാര്യയുടെ ദേഹത്തുകൂടെ വാഹനം കയറിയിറങ്ങി ആ ഭാര്യ മരിക്കുകയാണ്. അയാൾക്ക് മാരകമായ നിലക്ക് പരിക്ക് ബാധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ക്ലാസ് കേൾക്കാൻ ഒരു വടിയിലൂന്നി അയാൾ വന്നു. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ കണ്ണു നിറച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹജ്ജിനേക്കാളും വലിയൊരു പുണ്യകർമ്മമുണ്ട്, ഹജ്ജിനേക്കാളും വലിയൊരു പുണ്യകർമ്മമുണ്ട്. നാം വലിയ ത്യാഗമായി കാണുന്ന വിഷയങ്ങളെക്കാളും വലിയൊരു ഇബാദത്തുണ്ട്. ആ ഇബാദത്തിന്റെ പേരാണ് അസ്സബ്ർ, ക്ഷമ എന്ന് പറയുന്നത്. ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വബറിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു പറഞ്ഞത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, ഒരുപക്ഷെ നരകത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആളായിരിക്കാം പടച്ചറബ് പരീക്ഷിക്കുന്നത് കൊണ്ട് ആ പരീക്ഷണം അല്ലാഹു നൽകുന്നത് അയാളെ സ്വർഗത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനായിരിക്കാം. ഒരുപക്ഷെ ഇയാൾ സ്വർഗത്തിന്റെ അടിത്തട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും ബേസിക് സോണിലായിരിക്കാം. അവിടെ നിന്ന് അയാളെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ വേണ്ടിയായിരിക്കാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ നാട്ടിലോ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത്. പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഞാൻ ശരിയായ വഴിയിൽ തന്നെയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം. ശരിയായ വഴിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്ന കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും നമുക്ക് ക്ഷമയോടുകൂടെയും സദ്വിചാരത്തോടുകൂടെയും പ്രതിഫലേച്ഛയോടുകൂടെയും മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദബിന്റെ ഭാഗമാണ്. പടച്ച റബ്ബ് വല്ലതും കൊണ്ട് നമ്മളെ പരീക്ഷിച്ചാൽ, എന്തിനെനിക്കിത് തന്നു, ഞാൻ നിസ്കരിച്ചവനല്ലേ, നോമ്പ് നോറ്റവനല്ലേ, എന്നെ പടച്ച റബ്ബ് പ്രയാസപ്പെടുത്തുകയാണ്, എന്തിനാ റബ്ബെ എന്നെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്, ഇങ്ങനെയുള്ള നോവിക്കുന്ന വർത്തമാനങ്ങൾ പറയാതെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. വറിദാ ബിൽ ഖദർ, അല്ലാഹുവേ എന്നെ കൊണ്ട് നീ പരീക്ഷിക്കുന്ന വിധികളിൽ തൃപ്തിയടയാനുള്ള മനസ്സ് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബിനുള്ള മൂന്നാമത്തെ അദബ്, എന്ത് നിലക്ക് പരിശോധിച്ചാലും പരീക്ഷിച്ചാലും ക്ഷമിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തന്നെ മടങ്ങുക എന്നതാണ്. ഉമ്മയടിച്ചാലും കുഞ്ഞ് കരയുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മെ അടിക്കുകയല്ല, വേദനിപ്പിക്കുകയല്ല, മറിച്ച് അല്ലാഹു നമ്മോട് റഹ്മത്ത് കാണിക്കാൻ. ഇദാ അഹബ്ബല്ലാഹു ബിഅബ്ദിൻ ഖൗമിൻ ഇബ്തലാഹും, അല്ലാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ സൈനാണ് അയാളെ പരീക്ഷിക്കുക എന്നത്. ലോകത്ത് പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ട പോലെ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്ര കൊല്ലം രോഗമായി കിടന്നിട്ടും അയ്യൂബ് നബി എന്താ പ്രാർത്ഥിച്ചത്?
അൻത അർഹമുർ റാഹിമീൻ. പടച്ചോനെ നീ അർഹമുർ റാഹിമാണല്ലോ എന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് സദ്വിചാരം വിട്ടുപോകാതെ പടച്ച റബ്ബിൽ തൃപ്തിയാണ് നമുക്കുണ്ടാകേണ്ടത്. ഏത് സാഹചര്യം വന്നാലും പടച്ചോനെ നിന്നെ വിട്ട് ഞാൻ പോകില്ല, നിന്നിൽ എനിക്ക് സമ്പൂർണ്ണ തൃപ്തിയാണെന്ന മനസ്സുള്ളവർക്ക് അള്ളാന്റെ തൃപ്തി ഉണ്ടാകുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് തിരിയാന്നുള്ളതാണ്. അള്ളാഹുലേക്ക് തിരിയുക. നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ പണിയെടുത്ത് ഒരുപാട് കോടികൾ ഉണ്ടാക്കിയാലും ഒരു രോഗം വന്നാൽ ആ കോടികൾ നമുക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥയ്ക്കാരം, അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്കാരം അല്ലെ. ആരാണ് നമ്മളെ സഹായിക്കാൻ, ആരാണ് നമ്മളെ സംരക്ഷിക്കാൻ? പടച്ചറബ് സുബ്ഹാനഹു അല്ലാതെ. അതുകൊണ്ട് തന്നെ എപ്പോഴും പടച്ചറബിലേക്ക് കൈകൾ ഉയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വിനയത്തിന്റെയും താഴ്മയുടെയും ഇഫ്തിഖാറിന്റെയും അടയാളമാണ് ദുആ. പടച്ചോനെ ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരനാണ് റബ്ബേ. ഞാൻ നിന്റെ മുന്നിൽ ഗനിയല്ല. നാട്ടുകാരുടെ ഇടയിൽ ഞാൻ ഗനിയായിരിക്കാം, പക്ഷേ നിന്റെ മുന്നിൽ ഞാൻ ഗനിയല്ല. നീയില്ലാതെ എനിക്കൊരനക്കം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന വിനയത്തിൽ നിന്നുകൊണ്ട് പടച്ചറബിലേക്ക് കൈകളുയർത്താനും പടച്ചറബിനോട് പ്രാർത്ഥനയോടുകൂടെ അടുക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് അദബിന്റെ ഭാഗമാണ്. പടച്ചോനോട് ചോദിക്കാത്തവർ അല്ലാഹുക്ക് ദേഷ്യ. കാരണം എന്താ? അവൻ സ്വയം താൻ പോരിമ നടിക്കുന്നവനാണ്. എനിക്ക് പടച്ചോന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ആഢ്യത്വമുള്ളവൻ പടച്ചറബിനോട് അനാദരവാണ് കാണിക്കുന്നത്, മര്യാദകേടാണ് കാണിക്കുന്നത്. പടച്ചറബ് സുബ്ഹാനഹു വ തആല നൽകാത്ത എന്താണ് അവന്റെ കയ്യിലുള്ളത്? അള്ളാഹ് കൊടുത്ത എല്ലാം കൊണ്ടുമാണ് അവൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് എന്റെ കഴിവ് എന്ന് പറയേണ്ടതില്ല. ഖാറൂൻ വിളംബരം ചെയ്തതുപോലെ ഇതെല്ലാം എന്റെ ശേഷിയാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ, ഫിർഔൻ പറഞ്ഞതുപോലെ ഹാദിഹിൽ അൻഹാർ തജ്രി മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്തുകൂടെയല്ലേ ഈ അരുവികൾ ഒഴുകുന്നത്, എന്റെ അണ്ടർ കൺട്രോളിലല്ലേ ഇത് ഒഴുകുന്നത് എന്ന് ചോദിച്ച ആ ഫിർഔനിനെ അതേ നദിയിൽ മുക്കിക്കുന്നു പടച്ചറബ് സുബ്ഹാനഹു വ തആല. നിന്റെ കൺട്രോളിലുള്ള നദിയാണെങ്കിൽ നീ ഒന്ന് മുങ്ങാണ്ടിരിക്കട്ടെ എന്നാണ് പടച്ചറബിന്റെ ആ ഒരു സംഗതിയിലുള്ള ഭാഷ്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആർക്കും വലിയതായി ചമയാനൊന്നും ഒന്നുമില്ല അള്ളാഹു നൽകിയതല്ലാതെ എന്ന് മനസ്സിലാക്കി പടച്ചറബിലേക്ക് കൈകളുയർത്തുകയും പടച്ചറബിനോട് ചോദിക്കുകയും ഇരക്കുകയും ചെയ്യുക എന്നത് അവനോടുള്ള മര്യാദയുടെയും അദബിന്റെയും വിനയത്തിന്റെയും അടയാളമാണ്. അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുക. മനസ്സിലായില്ലേ? ഏതോ മാറാപ്പുന്നൊരു തുണിയും കുപ്പായം എടുത്ത് വാരിട്ടിട്ട് പള്ളിയിലേക്ക് കയറി വരാം. ഒരു കല്യാണത്തിനൊരു യാത്രക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും നന്നായി അയൺ ചെയ്ത് വൃത്തിയാക്കി പെർഫ്യൂം അടിച്ച് ശുദ്ധിയായി കുളിച്ച് പല്ല് തേച്ച് അല്ലെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ അള്ളാന്റെ അടുത്തേക്ക് വരുമ്പോൾ വളരെ മോശമായ അവസ്ഥയിൽ വരാം. അത് പടച്ചറബിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അനാദരവാണ്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ പള്ളികളിലേക്ക് ഏറ്റവും നല്ല നിലക്ക് പുറപ്പെട്ടിറങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, കാന ലി ബഅദി സലഫുകളിൽ ചില ആളുകൾക്ക് സ്പെഷ്യൽ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, കുറച്ച് മുന്തിയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. വകാന യൽബിസുഹാ വഖ്ത സ്വലാ, അതവർ നമസ്കാരത്തിന്റെ നേരത്തായിരുന്നു ധരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും നന്നായി അയൺ ചെയ്ത് വൃത്തിയായി പെർഫ്യൂമൊക്കെ അടിച്ച് വൃത്തിക്ക് വേണം നമ്മൾ പോകാൻ. ഓഫീസിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ ഒരുങ്ങിപ്പോകണം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം പള്ളിയിലേക്ക് പോകാൻ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ദീനിന്റെ കാര്യങ്ങൾക്ക് നല്ലൊരു വൃത്തിയും വെടിപ്പും ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള അദബിന്റെ ഭാഗമാണ്. പടച്ചവൻ തന്ന അനുഗ്രഹം അത് നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതായത് കാശുണ്ടായിട്ടും കീറിപ്പറഞ്ഞ ഡ്രസ്സ് ധരിച്ച ആളോടാണത് പറഞ്ഞത്. അള്ളാഹു നൽകിയ നിഅമത്ത് നിങ്ങൾ പ്രകടമാക്കണം, ആർഭാടം കാണിക്കണം എന്നല്ല, തന്ന നിഅമത്ത് പ്രകടമാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ആ പ്രകടമാക്കൽ ഏറ്റവും ഭംഗിയായി നടക്കേണ്ടത് അള്ളാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ്. അതായത് നിസ്കരിക്കാൻ പള്ളിക്ക് വരുമ്പോഴാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇട്ട ഡ്രസ്സും അതുപോലെ തന്നെ കുറെ ചിത്രപ്പണികളും കോലങ്ങളും ഒക്കെയുള്ള ജെയ്സിയും ടീഷർട്ടും വിപണിയിൽ പലതും ഉണ്ടാവും. വിപണിയിലെല്ലാം നമുക്കുള്ളതല്ല. 5 നേരം നിസ്കാരമുള്ള ആളാണ് ഞാനെന്ന ബോധം സാധനം വാങ്ങാൻ പോകുമ്പോഴും നമുക്ക് വേണം. ഔറത്ത് മറയാത്ത വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകള് നിസ്കാരക്കുപ്പായല്ല എന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാതെ മാറി നിൽക്കാൻ. ഔറത്ത് ഓൾവേസ് മറയേണ്ടതാണ്. ഏത് സമയത്തും ഏത് വസ്ത്രത്തിലും നിസ്കരിക്കാൻ പറ്റിയ കോലത്തിലായിരിക്കണം ഒരു പെണ്ണുണ്ടായിരിക്കേണ്ടത്. കാരണം അങ്ങനത്തെ ഡ്രസ് കോഡാണ് പുറത്തിറങ്ങുമ്പോൾ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളും പുരുഷന്മാരും എഴുത്തുകുത്തുകളും കീറിപ്പറഞ്ഞതും ആളുകളുടെ പേരുകളും ജെയ്സിയും ഒന്നിട്ട് പള്ളിയിൽ വരാണ്ടിരിക്കുക. നമ്മുടെ നിസ്കാരം തസ്ബീഹാവും, മറ്റുള്ളവരുടേതും തസ്ബീഹാവും. നിസ്കാരം മാത്രമല്ല, അള്ളാന്റെ ദീനിന്റെ കാര്യത്തിന് കുറച്ചൊരു ഭംഗിയും വെടിപ്പും വൃത്തിയും ഗാംഭീര്യവും കൊടുക്കുക എന്നുള്ളത്. അവിടെ എന്താ നിങ്ങൾ ഡ്രസ്സ് പലതിട്ട് വരിക എന്ന് പറയുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. പള്ളിക്ക് ഇതൊക്കെ മതി എന്നുള്ള ആ ഒരു ധാരണ. കല്യാണത്തിന് പുള്ളിത്തുണിയെടുത്ത് പോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആണല്ലോ അല്ലെ. ഇപ്പൊ പുതിയാപ്പിള മാത്രമാണ് പുള്ളിത്തുണിയും കള്ളിത്തുണിയും നിക്കറും ബാഗൊക്കെ തൂക്കി വരല്ലേ. ബാക്കിയാരും അങ്ങനെ വരാറില്ല. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം നല്ല മര്യാദക്ക് തന്നെയാണ് വരുന്നത്.
എന്തേ അവിടേക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്തത്? അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമുക്കറിയാം ഇത് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്ന ആളെ കാണാനാണ് പോകുന്നത്, അപ്പൊ കുറച്ചൊന്ന് വൃത്തിക്ക് പോകണമെന്നില്ല. എന്നാൽ പള്ളിയിലേക്ക് വന്ന് പടച്ചോനുമായിട്ട് സംഭാഷണം നടത്താൻ. അതുകൊണ്ട് ആ ഒരു അദബ് നമ്മൾ പാലിച്ചിരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അൽ മുദാവമത്തു അൽ ഖുശൂഇ ഫി സ്വലാ, നമസ്കാരത്തിലേക്ക് ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത നിസ്കാരം അത് പടച്ചവനോട് കാണിക്കുന്ന മര്യാദകേടാണ്. അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ, മര്യാദയോടുകൂടെ അടക്കത്തോടുകൂടെയും ഒതുക്കത്തോടുകൂടെയും നിസ്കരിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിനോടുള്ള അദബാണ്, മര്യാദയാണ്. പ്രാർത്ഥിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ ആ ഒരു വിനയവും ആ ഒരു താഴ്മയും ആ ഒരു ഖുശൂഉം നമ്മൾ കാണിക്കുക എന്നുള്ളത്. ജിമ്മ് ചെന്നമാതിരി ചില ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കുക, മസിലൊക്കെ വിരിച്ച് പള്ളം അങ്ങനെ കൈയൊക്കെ കെട്ടി അല്ലാഹു സുബ്ഹാനഹു മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു വിനയം പ്രകടമാകണം എന്നാണ് പറയുന്നത്. ഏഴാമത്തെ കാര്യം അദ്മുൽ ഇസ്തിഖ്ബാൽ ഖിബ്ല ഔ ഇസ്തിദ്ബാരിഹ ഇൻദ ഖളാഇൽ ഹാജ്ജ. നമ്മൾ ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിബിലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യാതിരിക്കുക. കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാതിരിക്കുക. എന്താണ് അവിടെ ഉള്ളത്? പടച്ചോൻ ആദരവ് കൽപ്പിച്ചതിനെ നമ്മൾ ആദരിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു കാര്യം. ഒരു ഉദാഹരണമായിട്ട് ആ സംഗതികൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു കാര്യത്തെ നമ്മളും ആദരിക്കുക എന്നുള്ളത് പടച്ചോനോടുള്ള അദബിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുക. എട്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, തഅളീമു ഇസ്മില്ല, അള്ളാഹുവിന്റെ അസ്മാഇകളെ നാം തഅളീം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങളെ പഠിച്ചു മനസ്സിലാക്കി അത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അത് ഓർമ്മിച്ച് അത് ബോധത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും അതിനെ ആദരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, എല്ലാ കാറിന്റെയും ബാക്കിൽ ഇപ്പൊ കാണുന്ന ഒരു ആയത്താണ്. ലഇൻ ശകർതും ലഅസീദന്നകും. ഖുർആന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ ചളിയും പൊടിയും വൃത്തികേടും ആണ് സ്ഥലത്ത് എഴുതിയൊക്കെയുള്ളതല്ല. മനസ്സിലായില്ലേ? ഈ മാഷാഅല്ലാഹ് ബാറക്കല്ലൊക്കെ എഴുതി വെക്കുന്നതിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർക്ക് വിയോജിപ്പുണ്ട്. കാരണം അതിങ്ങനെ പൊടിയും വൃത്തികേടുമൊക്കെ ആയിട്ട് ഒരു മൂലയിൽ അള്ളാഹുവിന്റെ നാമം കിടക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന സ്ഥാനത്തിൽ അള്ളാഹു എന്നുള്ള നാമുള്ള സ്ഥാനത്തെ കളർ കൊടുക്കാനും മറ്റു സംഗതികൾക്കും പാടില്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട്. കാരണം കുട്ടി ഇത് കയറിയിരിക്കും, കളർ കൊടുത്ത് കുത്തി വരക്കും. ഇങ്ങനെ പടച്ചവന്റെ അസ്മാഉകളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വൃത്തികേടാക്കുന്ന കോലത്തിൽ ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ നാമങ്ങളെയും ഒക്കെ ആദരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഒമ്പതാമത്തെ കാര്യം അള്ളാഹുവിനോടുള്ള അദബിന്റെ ഭാഗമാണ്. പടച്ചോനെ, നീ തന്നതാണ് എനിക്കെല്ലാം, എന്റേതായിട്ടൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, നിനക്കാവുന്ന സർവസ്തുതിയും എന്ന് പറഞ്ഞ് പടച്ച റബ്ബിന് നന്ദി കാണിക്കുന്ന തരത്തിൽ ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ളത് റബ്ബിനോടുള്ള മര്യാദയുടെ ഭാഗമാണ്. പത്താമത്തെ കാര്യം ത്വാഅത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അനുസരണം അള്ളാഹുവിനോടുള്ള അദബിന്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മളെല്ലാവരും ഉറപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു പറഞ്ഞതെല്ലാം നമ്മൾ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുക. 2, അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ അതായിരിക്കണം നമ്മുടെ വിധി. മറ്റൊന്ന് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ മറ്റുള്ളവരുടേത് പേര് നടക്കുകയോ ചെയ്യരുത്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ വിധികളിൽ നമ്മൾ ഖദറുകളിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. 4-ാമത്തെ കാര്യം, അള്ളാഹുലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരുമ്പോൾ വൃത്തിയോടെയും വെടിപ്പോടുകൂടെയും വരിക എന്നുള്ളതാണ്. 6-ാമത്തെ കാര്യം, ഇബാദത്തുകളിൽ ഭയഭക്തിയോടുകൂടെ പടച്ച റബ്ബിന്റെ മുന്നിൽ വിനയത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. 7-ാമത്തെ കാര്യം, അള്ളാഹു ആദരിച്ച സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ അവയ്ക്ക് വേണ്ട ആദരവ് കൊടുക്കുക എന്നുള്ളതാണ്. 8-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളെ ഒരിക്കലും മോശമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. 9-ാമത്തെ കാര്യം, പടച്ച റബ്ബിന് ശുക്റുള്ള ഒരു മനസ്സും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. 10-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകനെ ഫോളോ ചെയ്ത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതെല്ലാം പടച്ച റബ്ബിനോട് നമ്മൾ കാണിക്കേണ്ട ആദാബുകളായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. 10 എണ്ണിയവരുണ്ട്, 18 എണ്ണിയവരുണ്ട്, 25 എണ്ണിയവരുണ്ട്. വിവിധങ്ങളായിട്ടുള്ള മര്യാദകൾ എല്ലാം നമ്മൾ പാലിക്കേണ്ടതാണ്. എല്ലാം പാലിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മര്യാദകൾ അള്ളാഹുവിനോടും റസൂലിനോടും പടപ്പുകളോടും വേണമെന്നാണ് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള മര്യാദ എന്തായിരിക്കണം എന്നത് നമ്മൾ മുമ്പൊരു ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി കൊണ്ടുവന്നതിൽ വിശ്വസിക്കുകയും പ്രവാചകനെ അനുസരിക്കുകയും വിലക്കിയത് മാറ്റിവെക്കുകയും
റസൂലുള്ള എങ്ങനെയാണോ ദീൻ ആചരിച്ചത് അതുപോലെ ആചരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പ്രവാചകനെ അപകീർത്തിപ്പെടുത്താനും പരിഹസിക്കാനും ശ്രമിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾക്കിടയിൽ വെച്ച് സംരക്ഷിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ച ദഅവത്ത് പ്രബോധനം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും റസൂലിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ സ്ഥാനം വകവെച്ചു കൊടുക്കുകയും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും അവിടുത്തെ ചരിത്രങ്ങളും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്യൽ നബിയോടുള്ള ആദാബിന്റെ ഭാഗമാണ്. അടിമകൾ, പടപ്പുകൾ, അവരോടും നമുക്ക് ചില കടമകളും കടപ്പാടുകളും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ബിൽഡിംഗ് കണക്കെയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കമസലിൽ ജസദ്, ഒറ്റ ശരീരം പോലെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരസ്പരം നല്ല സ്നേഹത്തിലായിരിക്കണം വിശ്വാസികൾ പ്രത്യേകിച്ച് മുന്നോട്ട് പോകേണ്ടത്. റഹിമല്ലാഹു റജലൻ സംഹൻ ഇദാ ബാഅ വ ഇദാ ഇസ്തറ വ ഇദാ ഖള. പരസ്പരം കച്ചവടം നടത്തുമ്പോഴും വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും വിധി കൽപ്പിക്കുമ്പോഴും പരസ്പരം ദയ കാണിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന പല വീഡിയോകളും ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യന്മാരൊരു മനുഷ്യനെ കാട്ടിക്കൂട്ടുന്ന കോലങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, അല്ലെ, കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇതുപോലെയാണ് ചില ആളുകളുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ അതൊക്കെ മനുഷ്യന്മാരെന്നെയാണോ എന്ന് തോന്നിപ്പോകും, അല്ലെ. പരസ്പരം ദയ, വാത്സല്യം, ഇതൊക്കെ ഒരു മനുഷ്യന് പടച്ചോൻ പറഞ്ഞ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഒട്ടകത്തിന്റെ മൂക്ക് കയർ അമർത്തി വലിച്ചപ്പോൾ പോലും പറഞ്ഞില്ല, ആയിഷ, ആ മിണ്ടാപ്രാണിക്ക് വേദനിക്കില്ലേ ആയിഷ? തള്ളപ്പക്ഷിയുടെ അകിട്ടിൽ നിന്ന് കുഞ്ഞിനെയും എടുത്തു പോന്ന സ്വഹാബത്തിനോട് ചോദിച്ചതെന്താ? ആരാണ് കുഞ്ഞിന്റെ വിഷയത്തിൽ അമ്മയെ പേടിപ്പിച്ചത്? തള്ളപ്പക്ഷിയുടെ ഫീലിംഗ് ആണ് ടച്ച് ചെയ്തത്. കുഞ്ഞിനെ എടുത്താൽ തള്ളപ്പക്ഷിയുടെ മനസ്സ് വേദനിക്കും. ആരാണ് കുഞ്ഞിനെ എടുത്ത് അമ്മയെ വേദനിപ്പിച്ചത്? എന്തിനാ ഈ പക്ഷി ഇങ്ങനെ കറങ്ങണമെന്നല്ല, അത് ബാഹ്യം നോക്കിയിട്ടാണ്. പക്ഷിയുടെ ഫീലിംഗ് ടച്ച് ചെയ്തിട്ട് റസൂൽ സംസാരിച്ചത്. ഒരു മിണ്ടാപ്രാണിയോട് പോലും അങ്ങനെയാണെങ്കിൽ മനുഷ്യർ പരസ്പരം എത്ര ദയവും കാരുണ്യവും കാണിക്കണമെന്നത് ആൾക്കാർക്ക് വർത്താനം പറയണീനും അങ്ങോട്ടോട് കച്ചറോടനും ചീത്ത പറയണീനും പ്രായമൊന്നൊരു തടസ്സമല്ല, അല്ലെ. മരുമകളും മകനും കൂടിയിട്ട് ബാപ്പനെ അടിക്കുന്ന രംഗം ഈ അടുത്ത്, അല്ലെ, ഒരുപാട് വന്നിട്ടുണ്ട്. സഹോദരന്മാര് ഉമ്മയെ തല്ലുന്ന വന്നിട്ടുണ്ട്, ബാപ്പയെ അടിക്കുന്ന വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നിലത്ത് കിടന്ന് പെടയാണ്. ആലോചിച്ച് നോക്കി, ചെറുപ്പത്തിൽ കരഞ്ഞപ്പോൾ വാരിയെടുത്തിട്ട് തുരുതുരാ ചുംബനം വെച്ച ആ കൈകളാണ് വടികൾ കൊണ്ട് അടിച്ചുടക്കുന്നത്. എത്ര വലിയ ക്രൂരന്മാരാണ് മനുഷ്യന്മാരെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളത്തരം ആളുകളാകരുത്. സംഗതി വികാരം ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അത് വലിയ സംഭവമൊന്നുമല്ല. അത് കൺട്രോൾ ചെയ്യാൻ പറ്റലാണ് വലിയ സംഭവം. അത് പ്രകടിപ്പിക്കുക എന്നുള്ള വലിയ സംഭവമൊന്നുമല്ല. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവനാണ് നിങ്ങളുടെ കൂടുതൽ ശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയയും കാരുണ്യവും വാത്സല്യവും കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6 കടമകൾ വിശ്വാസികൾ തമ്മിലുണ്ട്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ സലാം പറയാം. അറിയുന്നവരോടും അറിയാത്തവരോടും ലുക്ക് ലൈക്ക് മുസ്ലിമായി തോന്നുന്ന ആരോടും നമുക്ക് സലാം പറയാ എന്നുള്ളതാണ്. കൂലി അയാൾക്കും കിട്ടും, നമുക്കും കിട്ടും, അല്ലെ. ഇത് ഫർദ് ഐനാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിനോടുള്ള സലാം പറച്ചിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വൈദാ ദഅാക ഫഅജിബു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത്. അവിടെ ടൈറ്റാക്കാൻ നിൽക്കാതിരിക്കുക. നല്ല കാര്യത്തിന് ക്ഷണിച്ചാൽ, കുഫറിനും ഷിർക്കിനും അനാചാരങ്ങൾക്കും അനിസ്ലാമിക ആഘോഷങ്ങൾക്കും ഇതൊക്കെ ക്ഷണിച്ചാൽ പോവാന്നുള്ളതല്ല. ഇത് ഹക്കുൽ മുസ്ലിമി അല്ല മുസ്ലിമാണ്. മുസ്ലിമും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് അവിടെ ഹലാലും ഹറാമും നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ആരാണെങ്കിലും അത് നോക്കണം. എന്തിനാ അതൊക്കെ നോക്കണത്? ഈ കല്യാണപ്പരയിൽ ഹലാലും ഹറാമും നോക്കണമെന്ന് വെച്ചാൽ കല്യാണപ്പര മാത്രമല്ല, ആ പര നാളെ മരിച്ച പരിയാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പര മാത്രമല്ല, നാളെ കബറും നമുക്ക് കിടക്കാനുള്ളൊരു വീട് തന്നെയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഹറാമും ഹലാലൊക്കെ നോക്കേണ്ടി വരും. അതുകൊണ്ട് ഹലാലായ കാര്യങ്ങൾക്ക് ക്ഷണിച്ചാൽ മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ഉപദേശം തേടിയാൽ നമ്മൾ ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ്. അറിയുന്ന കോലത്തിൽ ജഹിൽ നിന്നുകൊണ്ട് ഉപദേശം കൊടുക്കുക എന്നുള്ളതല്ല, അറിയുമെങ്കിൽ ഉപദേശം കൊടുക്കുക. ഇദാ ആതസ ഫഹമിദല്ലാഹ് ഫസമ്മിതുഹു, ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ യർഹംകല്ലാഹ് എന്ന് പറയാ. വഇദാ മരിദ ഫഅദുഹു, അവൻ രോഗിയായാൽ രോഗിയെ സന്ദർശിക്കുക. ഇതൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കുടുംബ സന്ദർശനം, അയൽവാസി ബന്ധം, രോഗസന്ദർശനം, ഇതിനൊന്നും ആർക്കും ഒഴിവില്ല, അല്ലെ. വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാൽ നല്ല സുഖമാണ്. അതിലിങ്ങനെ പറഞ്ഞാൽ മതി, എന്താ വർത്താനം, സുഖല്ലേ വെച്ച് എല്ലാ പരീക്കെത്തും. അതുകൊണ്ട് എളുപ്പവഴിയിലൂടെ കാര്യങ്ങൾ കഴിച്ചിലാക്കാന്നുള്ളിടത്താണ് ആൾക്കാരുള്ളത്. അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ രോഗസന്ദർശനത്തിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. ഈ ഒരു ബാധ്യത അവിടെ കിടക്കും. അതുകൊണ്ട് രോഗസന്ദർശനം നടത്തുന്നതാണ്. വഇദാ മാത ഫത്തബിഉഹു, ഒരാൾ മരിച്ചാൽ കണ്ടിങ്ങനെ പോകും കുറെ ആൾക്കാർ. സമയമല്ല, ഇന്നിപ്പോ വർക്കിന്റെയാണ്, കണ്ടൊന്നു പോവാ. എന്ത് കണ്ടിട്ടെന്ത് കാര്യം?
കണ്ടിട്ടെന്ത് കാര്യം? കണ്ടിട്ട് ചെല്ലേണ്ട പ്രാർത്ഥനയും കൂടെ അയാൾക്ക് അറിയില്ല. ജസ്റ്റ് കണ്ടുപോകും. അവസാനത്തൊരു നോക്ക് കാണാന്നുള്ള നിലക്കാണ്. അവസാനത്ത് നോക്കുന്നില്ല, ഇഞ്ഞും കാണും പരലോകത്തുനിന്ന്. നല്ല നിലക്കാണെങ്കിൽ ഒരുമിച്ച് കൂടാനും പറ്റും. അതുകൊണ്ട് അവസാനത്തെ നോക്ക് കണ്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ആർക്കും മോശം? മരിച്ച ആളറിയണ്ട അപ്പൊ ഒന്നുമല്ലേന്ന്. ഇതൊരു ബാധ്യതയാണ്, നമുക്ക് പ്രതിഫലം കിട്ടാനുള്ളതാണ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നിസ്കാരവും ജനാസയെ അനുഗമിക്കലുമാണ്. ജനാസയെ അനുഗമിച്ച് നിസ്കരിക്കുക, ഖബറടക്കുക, ഇത് രണ്ടിനുമാണ് 2 ഖീറാത്ത് ഓഫർ നൽകിയത്. അപ്പൊ നമുക്ക് തിരക്കുണ്ടാവും, വർക്കിന്റെ അയക്കാനും കുറച്ചൊക്കെ ഒന്ന് ലീവ് എടുക്കാനും കുറച്ചു നേരം ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞാലും ഈ കടമകൾ നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം താഴ്മയും വിനയവും കാണിക്കുക, പരസ്പരം നന്ദിയുള്ളവരാകുക, പരസ്പരം നല്ല വിചാരം വെച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് കുയിന്തും പോലും വെക്കാതെ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എനിക്കെന്തൊക്കെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കണോ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പോഴാണ് ഞാൻ മുഅ്മിനാവുള്ളൂ. എനിക്ക് മാത്രം എന്നുള്ളത് കൈക്കോട്ടല്ല, ഒക്കെ ഇങ്ങോട്ട് വാരിക്കൂട്ടുക എന്നുള്ളതല്ല, എല്ലാവർക്കും കിട്ടണം. മനസ്സിലായി? എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും വളരട്ടെ, എല്ലാവരും നന്നാവട്ടെ. മനസ്സിലായി? ഓന് ഫുൾ A+ ആണ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ മകൻ 8 A+ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഓനും അൽഹംദുലില്ലാഹ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥയ്ക്ക് മാറിയ പിന്നെ നമുക്ക് ആരോടെയും കുയിന്തും പോരുണ്ടോ? എന്തതൊക്കെ ദുനിയാവിനെയാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ മനസ്സൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ താൽക്കാലികമാണെന്ന് മരിച്ചു പോകുമ്പോൾ ഒരു ചുക്കും കൊണ്ടുപോകില്ല എന്നുള്ള മനസ്സ് കറക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരോടൊരു അസൂയയും പകയും നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ ഈ ആവശ്യമില്ലാത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുക എല്ലാവരും സ്വഭാവമാണ്. ഫോണിക്ക് എത്തി നോക്കുക, റൂമിക്ക് എത്തി നോക്കുക, എന്താ അവിടെ ഒരു സംഭവം, എന്താ ഇവിടെ ഒരു സംഭവം, ജാതി എന്റെ സംഭവം നോക്കുക, എന്നിട്ട് നോക്കുക വേറല്ലോ. എല്ലാവർക്കും അറിയണം, സ്വന്തം കാര്യം മാത്രം അറിയില്ല. ആ ഒരു അവസ്ഥ മാറണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് ആവശ്യമില്ലാത്ത തലടാതിരിക്കുക. എത്ര ആൾക്കാർ ആവശ്യമില്ലാത്ത തലട്ടിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇപ്പോഴും കേസ് തീരാതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വലിയ ആളെ കണ്ട് പോയി തലട്ടതാ, ഒരു ആവശ്യമില്ല അത്തരം കാര്യങ്ങൾ പോയി തലടേണ്ട ആവശ്യം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ള, പരസ്പരം വെറുതെ അകാരണമായിട്ടും അല്ലാതെയും പിണങ്ങാതിരിക്കുക, മറ്റുള്ള അഭിമാനം ചോർത്താതിരിക്കുക, മറ്റുള്ള ആളുകൾക്ക് ആദരവും ബഹുമാനവും ഒക്കെ വകവെച്ചു കൊടുക്കുക. റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്താൽ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യണം. കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ എവിടുന്ന വരുന്നതെന്ന് വെച്ചാൽ അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കുള്ളൂ അല്ലെ. ചെറിയ കുട്ടികൾ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വിളിച്ചു, ജി വിളിച്ചാൽ ജി വിളിച്ചു. എന്താണ്? ഗിവ് ആൻഡ് ടേക്ക് ആണ്. അങ്ങോട്ട് കൊടുക്കണനുസരിച്ച് ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യും. ഓനും തീരെ ബഹുമാനമില്ലാത്ത ആളാണെന്ന് എന്റെ ഈ എത്രത്തോളം ഇത് കൊടുക്കേണ്ടെന്ന് നോക്കിയാൽ മതി, അതിനനുസരിച്ച് എങ്ങോട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് എങ്ങോട്ട് കിട്ടുക. സ്നേഹം, ബഹുമാനം, ശുക്ർ, നന്ദി, വാത്സല്യം, പരിഗണന, അതൊക്കെ സൽസ്വഭാവം, ഇതൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് കിട്ടുക. അല്ലെങ്കിൽ ആൾക്കാർ നമ്മിൽ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു ആദാബുകൾ പാലിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ചെറിയവരോട് കരുണ കാണിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് പഠിക്കാനും ഇതിനൊക്കെ അവസരങ്ങൾ എമ്പാടുണ്ടെങ്കിലും തിരക്കൊണ്ട് ആർക്കും അതിനൊന്നും പറ്റാറില്ല. സമയം കണ്ടെത്തി പഠിക്കാനും നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ടൊന്ന് ചിട്ടപ്പെടുത്തിക്കൊണ്ട് ശരിക്കും പ്രോപ്പർ വേയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ലക്ഷ്യമാക്കി വെച്ച സ്വർഗത്തിലേക്കുള്ള റൂട്ടിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്നും ഉറപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അല്ലാഹു തുണയ്ക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരുമാറാവട്ടെ, മറച്ചു വെക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സമയത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അറിവിലും കഴിവിലും മക്കളിലും കുടുംബത്തിലുമെല്ലാം ഖൈറും ബർക്കത്തും വർഷിപ്പിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ അറിവും ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീന് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരസ്പര ഇണക്കത്തോടെയും സ്നേഹത്തോടെയും പടച്ചറബിനോടും റസൂലിനോടും പടപ്പുകളോടുമുള്ള അദബുകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇതിനെ തകർക്കാനും ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അതിനെതിരെയുള്ള മുന്നേറ്റങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസയിലും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്ന, പലായനം ചെയ്യുന്ന, ജീവൻ ഹനിക്കപ്പെടുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ക്ഷമയും പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി തങ്ങളുടെ കച്ചവട മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്രായേലിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന
10 രാജ്യങ്ങൾക്കും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ആയുധ ശേഖരത്തെ അവരുടെ നാശത്തിന് കാരണമാക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. അവർക്കിടയിൽ അള്ളാഹു മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പരീക്ഷണങ്ങൾ ഇട്ടുകൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ നേതാക്കന്മാർക്ക്, അവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു ദീനും നിലപാടും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമ്മുടെ നല്ല ഉദ്യമങ്ങളെ പൂർത്തീകരിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന കാര്യങ്ങൾ നമ്മെ തൊട്ട് അള്ളാഹു അകറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.